അപ്പോൾ എനിക്ക് കിട്ടിയ പരിപാടി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറെ അൺഫോളോകൾ നടന്നിട്ടുണ്ട്, പേഴ്സണലി തെറിവിളികൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ. ഇപ്പൊ നിങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ രണ്ട് രീതിയിലാക്കുമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രാജ്യദ്രോഹി അല്ലെങ്കിൽ സുഡാപ്പി, ഇത് രണ്ടും ഈ പട്ടങ്ങൾ നിങ്ങൾ തരുമെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതിനകത്ത് നിന്ന് ഉറച്ചു നിൽക്കും. ഇപ്പൊ നിങ്ങൾ ഇനി അൺഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എല്ലാവരും അൺഫോളോ ചെയ്ത് പോയെന്ന് പറഞ്ഞാലും എന്റെ നിലപാടിനകത്ത് ഇതിനകത്ത് ഒരു മാറ്റമില്ല. കാര്യം ഞാനാണെങ്കിൽ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് 100% ഓക്കെയാണ്. ഞാൻ മാത്രമല്ല, സംഘികളല്ലാത്ത എല്ലാവരും പറഞ്ഞത് 100% അവർ പറയുന്നത് കറക്റ്റ് കാര്യങ്ങളുമാണ്. അവർ ചെയ്യുന്നത് 100% ശരിയാണ്. ഇപ്പൊ ഒരാൾ കമന്റ് ഉണ്ടായി, 22 സ്റ്റേറ്റിൽ ഭരിക്കുന്ന ഞങ്ങളാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാലറ്റ് പേപ്പർ വെച്ച് ചെയ്ത് നോക്കുക, അപ്പൊ മനസ്സിലാവും. ഓക്കെ. പിന്നെ അതേപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാല് നമ്മുടെ മേജർ കുക്കിനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ ഇതേപോലെ, പുള്ളിക്കാരനെക്കാട്ടി കൂടുതൽ അറിവ് എന്റെ അറിവില് മോഹൻലാലിന്റെ മകൾക്കുണ്ട്. ആ കുട്ടി പറഞ്ഞതിനകത്ത് 100% ശരിയാണ്. പക്ഷെ എല്ലാവരും കൂടി ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണി, അതായത് അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാതിരിക്കാം. ഓക്കെ. കാരണം പറഞ്ഞാൽ അതൊരു പുള്ളിക്കാരന്റെ, പിന്നെ ലാലേട്ടന്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും. ലാലേട്ടൻ ഇപ്പോൾ ഒരു ലാലേട്ടൻ ഇപ്പോൾ നമ്മൾ കേണൽ എന്നുള്ള പദവി അലങ്കരിക്കുന്നത്. മോഹൻലാൽ ഒരിക്കലും പോസ്റ്റ് ഇടാനോ അങ്ങനത്തെ കാര്യങ്ങൾ ഇടാനോ പറ്റില്ല. കാര്യം ഒരു പദവിയിൽ ഇരിക്കുന്നതാണ്. പക്ഷെ നിഷ്പക്ഷമായിട്ടുള്ളവര് രാഷ്ട്രീയം മറന്നു വെച്ചിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ സംഖ്യയുടെ പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും ഇതുപോലെ നീറ്റ് പരീക്ഷയ്ക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ആറാട്ടെണ്ണം പറഞ്ഞില്ലേ പേളിയെടുത്ത്, 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായവർക്ക് ഈ നീറ്റ് പരീക്ഷ എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പം അതായിരിക്കാം, 100% അത് തന്നെ ആയിരിക്കാം. നീറ്റ് പരീക്ഷയുടെ ബുദ്ധിമുട്ടും അവര് പിന്നെ പഠിച്ചിട്ട് ഒന്നും അല്ലാതായി പോയത്. കാര്യം എന്റെ കുടുംബത്തിൽ തന്നെ നീറ്റ് പരീക്ഷയ്ക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ എടുത്ത എത്രയോ ആൾക്കാർ എന്റെ കുടുംബത്തിൽ തന്നെ 2-3 പേരുണ്ട്. എന്റെ സിസ്റ്ററുടെ കുട്ടികളായാലും മറ്റുള്ളവർ കുറെ ആൾക്കാർ ഇങ്ങനെ ആ പരിചയത്തിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ വെറും ആസായിക്കൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടി നടക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചില്ല പിന്നെ എന്തിനാ പ്രതികരിക്കുന്നത്? 2010 ശേഷമുള്ള കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി അടുത്ത ടൈമിന് അവർക്കായിരിക്കും ഇത് നേരിടാൻ പറ്റും. 2000 ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളാണ് ഇപ്പം പ്രൊട്ടസ്റ്റിനും ഈ പരിപാടിക്കൊക്കെ വന്നത്. കാര്യം പറഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. നമ്മൾ 90 കാലഘട്ടത്തിൽ ജനിച്ചവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാരാബ്ധം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു പോവാ. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ മേജർ കുക്കിനെ എന്നാലും എന്ത് കുക്കാണ് ഈ കുക്കെ? ഇപ്പൊ നമ്മുടെ സിനിമയൊക്കെ ഇറങ്ങാൻ പോവാണ്. പക്ഷെ ഞാൻ എന്റെ ഡയറക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞേക്കുന്നത്, മേജർ കുക്ക് എന്ന ഒരു സംഭവം അതുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ പ്ലാനിലോ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. കാര്യം അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പേർലിമാൻ ഇനിയിപ്പോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിത്തീരുന്നു അറിയാം. പക്ഷെ അതൊരു നിഷ്പക്ഷമായിട്ട് വിദ്യാർത്ഥികളുടെ അടി കൊണ്ട് തന്നെ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. അപ്പം പേർലിമാനിയൊക്കെ. അപ്പൊ എന്തായാലും ശരി. ഇപ്പൊ എന്നെ ഇപ്പൊ അൺഫോളോ ചെയ്ത് കുറെ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അൺഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യുക, ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യുക. ഓക്കെ. അതുകൊണ്ട് എനിക്കതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഈ ഫോളോവേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ജാതി മതമായിട്ട് കാണാത്ത നിഷ്പക്ഷ ഹ്യൂമൻ, ജസ്റ്റ് മനുഷ്യൻ എന്ന് കാണുന്നവർ മാത്രം എന്നെ ഫോളോ ചെയ്താൽ മതി. അല്ലാത്തവര് എന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ളവരൊക്കെ ഇങ്ങ് പോയല്ലോ സംഖ്യ, ഒരു കുഴപ്പമില്ല. മനുഷ്യനായിട്ട് എല്ലാവരുടെ രക്തം, എല്ലാവരുടെയും ബ്ലഡ് റെഡ് തന്നെ ആണെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ മോനെ. അതുകൊണ്ടല്ല സംഗീതം വർഗീയതയായിട്ട് നിൽക്കുന്നവർ ആരും എന്നെ ഫോളോയും ചെയ്യണ്ട, എൻ്റെ അടുത്ത് വിളിക്കുകയും വേണ്ട. ഐ മീൻ വിളിക്കുന്ന ഉദ്ദേശിച്ച അവസരങ്ങൾ ചോദിച്ചിട്ടായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒന്നും വേണ്ട. കാര്യം എനിക്ക് അതിനകത്ത് താല്പര്യം തീരെ ഇല്ലാത്തതാണ്. മനുഷ്യനായിട്ട് കാണുന്നവർ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ വിളിച്ചാലും മതി. മനുഷ്യനായിട്ട് കാണുന്നവർ നമ്മുടെ സിനിമ കണ്ടാൽ മതി. നമ്മുടെ സിനിമ ഇറങ്ങിയില്ലെങ്കിൽ മനുഷ്യനായിട്ട് കാണുന്നവർ മാത്രം ഇത് കേട്ടാൽ മതി. ഓക്കെ. എന്നെ അൺഫോളോ എന്ന് പറഞ്ഞ് എനിക്ക് ഒന്നും പോകാനില്ല, അതൊരു കുഴപ്പമില്ല. ഓക്കെ. എനിക്ക് ഇനി 10 പേരെങ്കിൽ 10 പേര് അത് മതി. ഓക്കെ.